രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അനുമോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതിലൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കണക്ക് അനുമോളൊരു ഇൻ്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ളതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ആലോചനയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കല്യാണം കഴിയുന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറയുന്നത്. അതും ഈ ഇവിടെ നിന്നാണോ അതോ വേറെ സ്റ്റേറ്റിൽ നിന്നാണോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത് ലക്ഷ്മി നക്ഷത്ര. ആ സമയത്തുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല ആരായിരുന്നാലും മതി എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഇവരും ഇഷ്ടത്തിലാണെന്നുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ടെങ്കിൽ മറച്ചു വെച്ചിട്ടാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അഭിനയം കാര്യങ്ങളുമായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഇത് ചിരിക്കും മാന്തി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അതിന് പകരം ഉണ്ടെങ്കിൽ അത് ആരും അറിയിക്കാതെ ഉണ്ടെങ്കിൽ സീക്രട്ടായിട്ട് വെച്ചിട്ട് അവസാനം കല്യാണം നടത്തി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഇപ്പോൾ അതോടെ തന്നെ ബാക്കിയുള്ള ഇത് കണക്ക് ബിഗ് ബോസ് വിന്നേഴ്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അനുമോളെ കുറച്ച് മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു കോപ്രായങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് തലയിടുന്നതൊക്കെയാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. പക്ഷേ അനുമോൾ അങ്ങനെയൊന്നും ചെയ്യാതെ അനുമോളുടെ കരിയർ നോക്കി മുന്നോട്ട് പോകുന്നത് നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു.